ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. ഇന്നലെ നടിയിലായിരുന്നു. ഇന്നലെ ഞാൻ ആന്തൂറിയ നട്ടത്. അപ്പം ഇന്നലത്തെ എൻ്റെ വീഡിയോ തന്നെ കുറേ പേര് ഞാൻ താമസിച്ചു എഴുതാൻ, കാരണം നെറ്റ് പ്രശ്നം കൊണ്ട് താമസിച്ചു പോയതാണ്. അപ്പം ഇന്നലത്തേത് ആന്തൂറിയായിരുന്നു. ആന്തൂറി എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നടിയിൽ ഇന്നലെ ആന്തൂറിയാക്കി. പക്ഷെ ആന്തൂറിയ ഞാൻ ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലൊരു കമൻറ്റ് എന്നോട് പെടക്കാണ്, തെറ്റിന്ന്. കാരണം എന്താണെന്നറിയോ, ഒരാൾ എന്നോട് റബീനോ കേട്ടോ പേര് ID അതിലങ്ങനെ കാണുന്നത്, എന്നോട് പറഞ്ഞു കറ്റാർവാഴ നടുന്നു ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ അന്ന് ചോദിച്ച അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇന്നലെ ആന്തൂറിയം കാണിച്ചപ്പോൾ അന്നേരം പരാതി എന്ന് പറഞ്ഞാൽ തെറ്റിയ പോലെ പരാതി വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കറ്റാർ വാഴ നടീൽ രീതി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാട്ടോ. ഈ കറ്റാർ വാഴ എന്ന് നട്ടു പിടിപ്പിക്കുന്നത് ആരാന്നറിയോ? ഒറിജിനൽ നമ്മൾ കൃഷി എടുക്കുന്ന താല്പര്യമുണ്ടോ, കൃഷി എടുക്കാൻ കർഷകരാണോ, ഫസ്റ്റിൽ നമ്മൾ നടേണ്ടത് കറ്റാർ വാഴയാണ്. ഈ കറ്റാർ വാഴ ഉണ്ടല്ലോ, എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് പറയുമോ. കൃഷിയോ തീരെ അറിയാത്തവരും കറ്റാർ വാഴ ഉണ്ടെങ്കിൽ പുതിയ പുതിയ കൃഷികൾ ചെടികൾ നടാനൊക്കെ സഹായിക്കും. ഇതാണ് എൻ്റെ കറ്റാർ വാഴ മദർ പ്ലാന്റ് കേട്ടോ. ഇതെൻ്റെ മദർ പ്ലാന്റാ. ഈ കറ്റാർ വാഴയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, കുത്തനെ നിൽക്കൂല. ഇത് ഒന്ന് ചെരിഞ്ഞോണ്ടേ നിൽക്കുള്ളൂ. ഒരു ഭംഗിയിൽ ചെടിച്ചട്ടി നിൽക്കണ്ടേ, അത് നിൽക്കൂല. അപ്പം ഞാൻ എന്താക്കുമെന്ന് അറിയും, ഒരു കമ്പ് കൊടുത്തു, ഒരു താങ്ങ് കൊടുത്ത് പിടിച്ച് നിർത്തിയതാ. ഇതിൽ നിന്ന് കുറേ തൈകൾ ഞാൻ പറിച്ചു നട്ടു. ഇതൊക്കെ ഓരോന്നുണ്ടാക്കിയതാ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കറ്റാർ വാഴ നടുന്നതാണ് ഞാൻ കാണിക്കുന്നത്. എന്നോട് ഇന്നലെ തെറ്റിയാൾ ഇന്ന് ഇത് കണ്ടാൽ മതിയായിരുന്നു. ഇതാ കറ്റാർ വാഴ ഞാൻ അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. എനിക്കിഷ്ടം പോലെ കറ്റാർ വാഴയാ. അപ്പം ഞാൻ ഇനി നോക്കട്ടെ. ഞാൻ കറ്റാർ വാഴ നടുന്നത് ഈ പോട്ടിലാണ്. ഞാൻ കുറേ പോട്ട് വാങ്ങി വെച്ചിരുന്നു. കാരണം സിമൻറ്റ് കട്ടിക്ക് വെച്ച പോലെ ഇപ്പോൾ കുറച്ച് പോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ചെടികളൊക്കെ പൂച്ചെടികളൊക്കെ പോട്ട് തന്നെ വേണം, അല്ലാഞ്ഞാൽ രസമല്ല. ലാഭം നോക്കൽ നല്ല രസം. മുൻഭാഗത്ത് സിറ്റ് ഔട്ടിലൊക്കെ സിമരിയാക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ. പൂച്ചെടികളൊക്കെ ആന്തൂറിയൊക്കെ നല്ല ചട്ടി തന്നെയാണ് വളർത്തിയത്. ആന്തൂറിയത്ത് നമുക്ക് നമ്മളെ കരിയില കമ്പോസ്റ്റ്, കരിയില കുത്തി നിറക്കുക, അതൊന്നും ആന്തൂറിയത്തിന് പറ്റൂല. കുറച്ച് കരിയിലയും പറ്റും, കുറച്ച് മണ്ണും പറ്റും. പക്ഷേ ആന്തൂറിയത്തിന് വേണ്ടത് ഇഷ്ടികപ്പൊട്ട് അങ്ങനെയൊക്കെയാണല്ലോ. എന്നാലേ നമ്മളെ കറ്റാർ വാഴ, ഇതെൻ്റെ ഭീമൻ കറ്റാർ വാഴ കേട്ടോ. ഈ കറ്റാർ വാഴയ്ക്ക് വേണ്ടത് നമ്മൾ സാധാ ചെടി നടും പോലെ തന്നെ മതി കറ്റാർ വാഴയ്ക്കും. പിന്നെ കറ്റാർ വാഴൻ്റെ ഒന്നിങ്ങ് വളർന്ന് വലുതായി മൂപ്പത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും തൈകളുണ്ടാവും. ആ തൈകൾ ഇങ്ങോട്ട് മെല്ലെ പിഴുതെടുത്തിട്ട് വേറൊരു പാത്രത്തിൽ നട്ടാൽ മതി. നല്ല നന്നതാ. ഇതൊക്കെ അടുത്ത് നട്ടതാ കണ്ടോ, ഇതൊക്കെ അടുത്ത് നട്ടതാ. ഒരാട്ട അതിന് കണ്ടോ. ഞാനിപ്പോൾ അടുത്ത് നട്ടതാ എൻ്റെ കറ്റാർ വാഴ. അതാ ഉഷാറാകുന്നത് കണ്ടില്ലേ. ഇത് വേറൊരു ദിവസം നട്ടതാണ്. ഇനി ഞാൻ നടാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തൈകളുണ്ടായത്, കുഞ്ഞു തൈകളുണ്ടായത്. എന്താ കുഞ്ഞു തൈകൾ കണ്ടോ, 1 2 3. നമ്മളിങ്ങനെ പിന്നെ കറ്റാർ വാഴൻ്റെ ജെല്ലൊക്കെ വെട്ടി ഇങ്ങനെ എടുക്കല്ലോ. ഈ വെട്ടിയെടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, ഇങ്ങനെ മേൽഭാഗമൊക്കെ നല്ല കട്ട് ചെയ്ത് വെച്ചാൽ അടി തൈകളുണ്ടാവും. നമ്മളിപ്പം ചെടികളൊക്കെ മേൽഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുറ്റും ശാഖകൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇതിനുണ്ടാവും കേട്ടോ. അതാ കണ്ടോ, ഈ കുഞ്ഞു തൈക്ക് വന്നത് ഒരാട്ടോ. ഞാൻ ഇത് മെല്ലെ പറിച്ചെടുത്തിട്ടാണ് ഞാൻ ഇനി പുതിയത് നടാൻ പോകുന്നത്. പിന്നെ കറ്റാർ വാഴൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗുണങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് നടിയിലേക്ക് പോവാം. ഫസ്റ്റിൽ തന്നെ കറ്റാർ വാഴൻ്റെ ഗുണങ്ങൾ പറയാം. ഗുണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് നടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ, താല്പര്യം ഉണ്ടാവുള്ളൂ. ഗുണങ്ങൾ എന്താണെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒരു ചെടി നടുകയാണെങ്കിൽ, ഒരു ചെടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കമ്പ് പൊട്ടിച്ചിട്ട് ഒരു ചെടി ഇങ്ങനെ നിറയെ നടുകയാണെങ്കിൽ ഈ കറ്റാർ വാഴൻ്റെ ഒക്കെ കട്ട് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടോ, ഒക്കെ ഞാൻ കട്ട് ചെയ്തതാണ്. ഓരോ ചെടി നടുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ ഇതിൽ ഭയങ്കര ജെല്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മുക്കി ഇങ്ങനെ കുത്തി എടുത്താൽ ചുറ്റും നല്ല ജെല്ലുണ്ടാവും. അതോട് കൂടെ നമ്മൾ നട്ടാൽ
തീർച്ചയായിട്ടും അത് മുളച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഞാൻ നട്ടാൽ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ കറ്റാർവാഴ ജെല്ലിൽ കുത്തിയിട്ട് നമ്മൾ നടുകയാണെങ്കിൽ സൂപ്പറായിട്ട് മുളക്കും. പിന്നെ നമുക്ക് ചെടികൾക്ക് കീടങ്ങൾ ആക്രമണം ഉണ്ടാവില്ലേ, ഈ കീടങ്ങൾ ആക്രമണം ഉണ്ടെങ്കിൽ ഈ കറ്റാർവാഴൻ്റെ ജെല്ലെടുത്തിട്ട് വെള്ളത്തിലിടുക. ജെല്ലെടുക്കണ്ട, പീസ് എടുത്തിട്ട് ഇങ്ങനെ രാവിലെ വെള്ളത്തിലങ്ങ് ഇടുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഭയങ്കര കൊഴുപ്പ് വെള്ളമായിട്ടുണ്ടാവും. ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കീടങ്ങൾ, ഇലപ്പേനൊക്കെ ഉണ്ടാവൂലേ, ചിത്രവണ്ട്, അങ്ങനത്തെ പല ആൾക്കാരും ഉണ്ട്. നമ്മളെ ചെടികളെ തിന്ന് നശിപ്പിക്കുന്നവരുണ്ട്, നമ്മൾ വരച്ചിട്ട് ഉണക്കിക്കളയുന്നവരുണ്ട്. അവർക്കൊക്കെ ഉള്ള മരുന്ന്, അത് കീടനാശിനിയും കൂടിയാണ്, ജൈവ കീടനാശിനിയും കൂടിയാണ് ഈ കറ്റാർവാഴൻ്റെ ജെല്ലി. അപ്പോൾ കറ്റാർവാഴ നടാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് നല്ല കരുത്തിൽ വളരാൻ വേണ്ടി ഇതിൻ്റെ ജെല്ല് എടുത്തിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നാലും കറ്റാർവാഴ അടിപൊളിയായിട്ടുണ്ടാവും. അല്ല കറ്റാർവാഴ അല്ല, ചെടികൾ. പിന്നെ ഞാൻ പറയുന്നത് ചെടികൾക്ക് മാത്രമല്ല, നമ്മൾക്കും മനുഷ്യന്മാർക്കും കറ്റാർവാഴ സൂപ്പറാണ്. മുഖത്തിന് തിളക്കം കിട്ടാൻ, ചർമ്മത്തിന് നല്ല ഒരു മിനുസം കിട്ടാൻ, കറുപ്പ് പാടുകളൊക്കെ പോവാൻ കറ്റാർവാഴ അപ്ലൈ ചെയ്താൽ മതി മുഖത്ത്. രാത്രി നമ്മൾ കറ്റാർവാഴ ജെല്ലെടുത്ത് ഇങ്ങനെ തേച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ കഴുകിയ മുഖം വെട്ടിത്തിളങ്ങുന്ന. എൻ്റെ മുഖം തിളങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുതേ, ഞാനൊക്കെ ഏജ് ആയതാ, മറ്റുള്ളവരെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭംഗിക്ക് എത്രയേ ഉണ്ടാവുള്ളൂ എന്ത് കളിച്ചാലും. അപ്പോൾ കറ്റാർവാഴൻ്റെ ജെല്ലെടുത്തിട്ട് മുഖം തിളങ്ങും. പിന്നെ നമുക്ക് കറ്റാർവാഴ ഉണ്ടല്ലോ, നമുക്കൊരു മരുന്നും കൂടിയാണ്. ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ശരിയാവുമെന്നാണ് പറയുന്നത്, ഈ കറ്റാർവാഴൻ്റെ ജെല്ല് കുടിച്ചാൽ. പിന്നെ മുടി തഴച്ച് വളരാനും തിളക്കം കിട്ടാനും കറുപ്പ് കളറാവാനും താരം പോവാനും ഒക്കെ ഫസ്റ്റാണ് കറ്റാർവാഴ. ഈ കറ്റാർവാഴയല്ലേ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് അപ്പുറത്ത്, അയൽവാസി തന്നെ പറയുക, അവിടെ ഒരു ബാക്കിൽ ഒരു പാറക്കെട്ട, ആ പാറവരെ അത് ഉണ്ടാവുക, പാറക്കെട്ടിൻ്റെ ഇടയിൽ കുറച്ച് മണ്ണുള്ളടത്തൊക്കെ ഇത് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ ആ കറ്റാർവാഴ പറിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ അന്നേരം ഒന്നും ഒരു ബുദ്ധി ഇല്ലല്ലോ, ഒരു തൈ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ, നമുക്ക് നട്ടാൽ പോരെ. ഇപ്പാണെങ്കിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ അന്നൊക്കെ ചെയ്ത തെറ്റ്, പോയിട്ട് ഇങ്ങ് കൊണ്ടുവന്നാൽ പോരെ, നമുക്ക് നട്ടൂടെ ഇരുന്നോ. ഇതന്നെ അപ്പോൾ എത്ര നട്ട്. അപ്പോൾ മുടി നന്നാക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഇപ്പോഴത്തെ മാതിരിയൊന്നും അല്ലല്ലോ, ഇപ്പോഴത്തെ ഓരോ ഓയിൽ പോലൊന്നും അന്നില്ലല്ലോ. അപ്പോൾ കറ്റാർവാഴയായിരുന്നു. അപ്പം മുടി ഇപ്പോഴും നല്ലത് കറ്റാർവാഴ തേക്കുന്നത് തന്നെ. മുടി തഴച്ച് വളരും, താരം പോവും, മുഖത്ത് നല്ല തിളക്കമുണ്ടാവും, സൗന്ദര്യം വേണോ, കറ്റാർവാഴ നമ്മൾ നട്ടുപിടിപ്പിച്ചേ പറ്റൂ കേട്ടോ. ഇനി നമുക്ക് നടാൻ പോവാം. അപ്പോൾ കറ്റാർവാഴ നടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സും ഞാൻ തന്നു കഴിഞ്ഞു. നമുക്കിനി നടാം. നല്ലൊരു പോട്ട്. ഈ പോട്ടിന് 17 രൂപ കേട്ടോ, അതും പറഞ്ഞു തരാം. ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിയത്, അവിടെ ഹോൾസെയിലാണ് വിൽക്കുന്നൊരു കട ഉണ്ട്. ഇതിനൊക്കെ 17 തരുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിക്ക്. ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ചെറിയ നല്ല വെള്ള, റോസ്, ഓറഞ്ചും ഒക്കെ കളറുള്ള ചട്ടിയില്ലേ, ഹോൾസ് ഇല്ലാത്ത, ഇത് അതിൻ്റെ ഇന്നറാണ്. അതിനൊക്കെ അവിടെ ഭയങ്കര ലാഭമാണ് കേട്ടോ. 60 ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതാന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വാങ്ങുമ്പോൾ നിങ്ങളാരെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഞാൻ വില പറഞ്ഞു തന്നതാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചകിരിനെ കുറിച്ചിട്ട്, ചകിരി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. ബെഡ് പൊളിച്ചത്, അത് ഇനിയും തീർന്നില്ല. പിന്നെ ഞാൻ ബെഡ് പൊളിച്ചെന്ന് പറയുന്നത് എന്താണെന്നറിയോ, പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ബെഡ് പൊളിച്ച ചകിരിയോട് നടുന്ന് കണ്ടാൽ അവർക്ക് അതൊരു അങ്ങനെ നടലേ, ഞാൻ കത്തിക്കാൻ വെച്ചായിരുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ തോന്നിയ കമൻറ്റ് വന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ചകിരി ഇട്ട് കഴിഞ്ഞാൽ ഹോൾസ് അടഞ്ഞു പോവുക, കുറച്ചൊക്കെ വെള്ളം അവിടെ പിടിച്ച് നിൽക്കും, പിന്നെ മണ്ണ് ഒലിച്ച് പോവുക, അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഹോൾസ് അടയാത്തത് തന്നെ നല്ലൊരു ഗുണമാണ്. ഇനി അടുത്ത് ഞാൻ എൻ്റെ താരം കരിയില, ഈ കരിയില ഞാൻ തറവാട്ട് നനക്കാൻ പോയപ്പോൾ ആ പറമ്പിൽ നിന്ന് കുറച്ച് ബക്കറ്റിൽ തന്നെ നനക്കാൻ കൊണ്ടുപോയ ബക്കറ്റ് തന്നെ കൂത്തി അമർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എന്നെ കാണാൻ ഇന്നിവിടെ നമ്മളെ കുടുംബത്തിലെ ഒരാൾ, സബ്സ്ക്രൈബർ എന്ന് പറയാൻ എനിക്ക് താല്പര്യം കുറവ്, അവളെ ചങ്ക് തന്നെ പറയുക. അപ്പോൾ അവർ ഇതിൽ കൂടെ പോകുമ്പോൾ എൻ്റെ കാബേജും എൻ്റെ പൂക്കളും കണ്ട്, കാരണം ഞാൻ വീഡിയോയിൽ എപ്പോൾ ഇടുകയല്ലോ, അപ്പം അവർക്ക് മനസ്സിലായി ഇതാ വീട്. അപ്പം കാറ് നിർത്തി ഇവിടെ ബെല്ലടിച്ച് നോക്കുമ്പോൾ അവരാ മോളിയാ പേര്. അപ്പോൾ ഞാൻ മോളിക്ക് ഇവിടുത്തെ ഇതൊക്കെ കണ്ട് ഓരോ പീസുകളൊക്കെ നടാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്.
അവർ എല്ലാം ഞാൻ വേണ്ടതൊക്കെ അവർ വേണ്ടതൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരല്ലേ എല്ലാവർക്കും പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോളിക്ക് കാണിച്ചു കൊടുത്ത് എൻ്റെ കരിയില കണ്ടോ ഞാൻ കൊണ്ടുവന്നത് പറമ്പിൽ നിന്നിട്ട് അവിടുന്ന് റോട്ടിലൂടെ കൊണ്ടുവന്നു. എനിക്ക് അതിനൊന്നും ഒരു നാണക്കേടുമില്ല. അപ്പോൾ പിന്നെ മോളിനോട് പറഞ്ഞ് ഞാനും കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരാട്ടോ. പിന്നെ മോളി എന്നോട് ഓരോന്ന് ചോദിച്ചു കേട്ടോ. ഓരോ ചെടികൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മോളിൻ്റെ ഹസ്ബൻഡ് വെച്ച് എത്ര പൈസ തരേണ്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് ഞാൻ പൈസ വാങ്ങിയേ. ഞാൻ പറഞ്ഞു ഞാൻ പൈസക്കൊന്നുമില്ല തരുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സ്നേഹത്തോടു കൂടെ തരുന്നതാണ് എന്നുള്ളത്. ഞാൻ എൻ്റെതെല്ലാം ഞാൻ അങ്ങനെ തന്നെ വിതരണം ചെയ്യും. എൻ്റെ ചെടികളാണെങ്കിലും എൻ്റെ വിളവെടുപ്പാണെങ്കിലും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഞാൻ വിതരണം ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നട്ടിട്ടുണ്ടായിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും ആരോഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, സ്ഥലം ഉണ്ടായിക്കൊള്ളുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. മോളിക്ക് നല്ല സ്ഥലമുണ്ട്, കുറേ ചെടികൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരിയില കണ്ടപ്പോൾ മോളിനെ ഓർമ്മ വന്നു. മോളിക്ക് ഞാൻ കാണിച്ചു കൊടുത്ത് കണ്ടോ ഞാൻ കൊണ്ടുവച്ചെന്നുള്ളത്. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ കരിയിലിടുന്നു കേട്ടോ. പടപടാ പിടക്കുന്ന കരിയിലയാണ്. ഞാൻ ഇവിടുന്ന് അങ്ങ് പണിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്ലാനിങ് വേണം. ഇന്ന് വീഡിയോ ഏതാണ്, ഇന്ന് വീഡിയോയിൽ എന്തൊക്കെ ഇടേണ്ടി, അതാ കൊണ്ടുപോയി വെക്കണ്ടേ എന്നൊക്കെയുള്ള ചിന്ത വേണം നമുക്ക്. സ്കൂളിൽ പ്ലാനിങ് പോലെ തന്നെ ഇതും പ്ലാനിങ് എപ്പോഴും നമ്മളെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ എന്താ കരിയിലിട്ട് അമർത്തുക. കരിയിലേൻ്റെ ഗുണം ഞാൻ പറയല്ലോ, നല്ല തണുപ്പിലാണ് നിന്നോളൂ. നമ്മൾ നനച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് ഉറക്കൂല. മണ്ണ് ഉറച്ചില്ലെങ്കിൽ നല്ല വേരോട്ടം ഇങ്ങോട്ട് കിട്ടും. വേരോട്ടം കിട്ടുക കഴിഞ്ഞാൽ പിന്നെ ചെടികൾ ഇങ്ങോട്ട് വളർന്ന് റോക്കറ്റ് സ്പീഡിലായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ വേനൽക്കാലത്ത് ഭയങ്കര ദാഹമാണല്ലോ, അതുപോലെ തന്നെ നമ്മളെ ചെടികൾക്കും നല്ല ദാഹം. അപ്പോൾ ഈ വെള്ളം AC നിൽക്കും പോലെ നിൽക്കും. ഇതിൽ കുറച്ച് നനവൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറച്ചിട്ടു. ഇനി നമുക്ക് കുറച്ച് മണ്ണിടണം. എല്ലാം ഇവിടെ കൊണ്ടുവച്ചതാ, എല്ലാം എൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവന്നത്. അതാ കുറച്ചിട്ടാൽ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇതൊക്കെ പിന്നെ മണ്ണായി മാറും. ഞാൻ ഉരുളക്കിഴങ്ങ് വിളവെടുപ്പുകൾ കണ്ടില്ലേ, അതിൽ ഞാൻ എത്ര കരിയില കുത്തി നിറച്ചിരുന്നു. പിന്നെ കണ്ടോ നല്ല കറുപ്പ് മണ്ണായി മാറിയില്ലേ, അതുപോലെ ഇതാവും. പിന്നെ ഈ കറ്റാർവാഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വെയിലങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല, തണലത്തും ഉണ്ടാവും. തണലത്തും ഇതുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോൾ നനക്കണ്ട, തൊട്ട് നോക്കിയിട്ട് മണ്ണ് ഇങ്ങനെ ഉറച്ച പോലെ ആയാൽ മാത്രം നനച്ചാൽ മതി. അങ്ങനെ ഒരു ഗുണം ഈ കറ്റാർവാഴക്കുണ്ട്. ഇപ്പോൾ വെള്ളം കുറവുള്ളവർക്കും പിന്നെ മുറ്റത്ത് വെയിലില്ല എന്ന് പറഞ്ഞവർക്കും ഒക്കെ കറ്റാർവാഴ നട്ടുപിടിപ്പിക്കാം കേട്ടോ. നല്ല രസമല്ലേ. ഞാൻ കുറച്ചും കൂടെ ഇടട്ടെ കേട്ടോ, കുറച്ചും കൂടെ ഇടട്ടെ. എന്നാൽ പിന്നെ നമുക്ക് എപ്പോൾ വരെ തിരിഞ്ഞു നോക്കണ്ടല്ലോ, നമുക്ക് പല നടാനുള്ളത്. ഇനി എൻ്റെ പവർഫുൾ കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റ് കണ്ടോ, കരിയില കമ്പോസ്റ്റിൻ്റെ കളറ് കണ്ടോ. ഞാൻ കുറച്ച് ചാക്കിന്ന് കൂരിയെടുത്ത എത്ര ആളാ കമൻറ്റിൽ പറയുന്നതെന്നറിയാം. എൻ്റെ കരിയില കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കി ചെടി നട്ടു, നന്നായിട്ടുണ്ടായി, വിളവെടുത്തു, ഇനി വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരല്. നല്ല ഒക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത് കൊണ്ടുള്ള. പിന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, എനിക്ക് 1 ലാക്ക് കുടുംബക്കാർ കൂടി 1 ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ. അതും പറയണമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇട്ട് ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. നടുമ്പോൾ കുറച്ച് മണ്ണിടണം. മണ്ണൊക്കെ കൊത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടോ പാറ പോലെ ആയിരിക്കും. ഇങ്ങനെ ഇത്രേ വേണ്ടു. അപ്പോൾ റബീഹെന്നോ എന്താ അറിയില്ല, പേര് പറയണേ. ക്ലിയറിൽ മലയാളത്തിൽ എഴുതണം കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പോട്ടി മിക്സ് ഒക്കെ നിറച്ചു. ഇനി ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഒരാട്ട ഇതൊക്കെ എപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കാണ്. എന്താ മെല്ലെ അങ്ങോട്ട് കോരിയെടുക്കുക. ഇതൊക്കെ നമുക്ക് തൊടുമ്പത്തിനെ പോകും. ഇതൊക്കെ നമ്മളെ ഒരു കൃഷിക്കാർക്ക് വേണ്ടതാട്ടോ. ഇതാ അങ്ങോട്ട് കിട്ടി, ഇതാ വേരോടെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
കണ്ടോ വേര് 2 ഉണ്ട്, ഞാൻ ഒന്നേ നടുന്നുള്ളൂ. ഒന്ന് മതി, ഒന്ന് തന്നെ കോലത്തിലേക്കൊക്കെ കായും വരൂ. നോക്കും പോലെ വെക്കും നമ്മൾ. ഇതാ കണ്ടോ, നല്ലൊരു കറ്റാർവാഴ. ഇപ്പം കണ്ടാൽ ചെറുതല്ലേ, ഇനി കാട റോക്കറ്റ് സ്പീഡൊക്കെ പടുത്ത് നട്ടതാ. ഇത് കുറച്ച് മുമ്പ് നട്ടതാ. നടട്ടെ, ഇങ്ങനെ അങ്ങ് നട്ടാൽ മതി. മറ്റു ചെടികൾ നടുപോലെ തന്നെയാ, നനമ്പോ മാത്രം கொஞ்சം ശ്രദ്ധിച്ചാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉഷാറാക്കി നടുന്ന് കാണുന്നില്ല, സൂം ചെയ്യണമെന്നൊക്കെ പറയലുണ്ടില്ലേ, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതാണ് നട്ടൊരു കുഴി കുഴിച്ചിട്ട് ഞാൻ ഇതങ്ങോട്ട് ഇറക്കി വെച്ച്. ഇത്രേ വേണ്ടു. കണ്ടോ, നട്ട് അടിപൊളിയായില്ലേ. അപ്പോൾ ഞാനെന്താ ഈ കറ്റാർവാഴ ഇങ്ങനെ ഇത്ര അധികം നടുന്നെന്ന് അറിയോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് എൻ്റെ ചെടികൾക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്താന്ന് പറഞ്ഞാൽ നല്ല ഒരു ജൈവ കീടനാശിനിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം കറ്റാർവാഴ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട, പൈസ കൊടുത്തിട്ട് നമ്മൾ ഒന്നും മരുന്നൊന്നും വാങ്ങണ്ട. ഇത് തന്നെ മതി, ധാരാളം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി. നമ്മളേ കറ്റാർവാഴ നിങ്ങളെ കയ്യിലില്ല നിൽക്കട്ടെ, നിങ്ങൾ നഴ്സറി പോയി ചോദിച്ചാൽ മതി കേട്ടോ. നഴ്സറിയിലൊക്കെ ഒരു 50 രൂപയ്ക്ക് ചെറുത് കിട്ടും. ഞാൻ നോക്കുമ്പോൾ അങ്ങാടിയിൽ ഒരു ദിവസം ഇത് തല കുത്താൻ എങ്ങനെ വലിയ തൂക്കിട്ട് വെച്ചിന് 50 രൂപ എന്നാണ്. എൻ്റെ അടുത്ത് പിന്നെ ഞാൻ വാങ്ങിയില്ല. അപ്പം കണ്ടോ, ഇഷ്ടപ്പെട്ടോ എൻ്റെ കറ്റാർവാഴ നട്ടത്? ഇനി ഇതിൻ്റെ അപ്ഡേഷനൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. ഇതുപോലൊക്കെ ആകുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ കറ്റാർവാഴ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നനക്കൽ ഇടയ്ക്കേ നനക്കുള്ളൂ കേട്ടോ. അധികം എപ്പോൾ ഒന്നും നനക്കൂല. അതിന് വെയിലത്ര വേണമെന്നില്ല, നമുക്ക് തണലത്തൊക്കെ ഇത് വളരും. ഞാനേ ഇന്നലെ ആന്തൂറിയൻ ചെടി നടുന്നതും എല്ലാം ഞാൻ കാണിച്ചെങ്കിൽ കൂടി നനക്കുന്നത് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് വന്ന് എപ്പോഴാണ് നനക്കൽ എന്നുള്ളത്. ഞാൻ ആ വീഡിയോ കഴിഞ്ഞവിടെ നനച്ചിട്ടുണ്ട്, ആ വീഡിയോ പിടിക്കാൻ വിട്ടുപോയി. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് വിട്ടൊക്കെ പോവും. ഞങ്ങളെ പോലെ ഒന്നും അല്ലല്ലോ, കുറച്ച് പ്രായമുള്ളവർക്ക് പലതും വിടും. ഇതാ ഞാൻ നനക്കുന്നു കേട്ടോ. നനക്കുമ്പോൾ തന്നെ കളറ് മാറും മണ്ണിൻ്റെ. നനച്ചിങ്ങനെ ഇത്ര മതി, ഇത്രേ വേണ്ടു. ഇത്രേ വേണ്ടു നനച്ച്. അടിയിലേക്കൊന്നും പോയി ഒലിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ കറ്റാർവാഴ കേട്ടോ. നോക്ക്, ഇതൊക്കെ എന്ത് ഉഷാറിലുണ്ടായിന് നോക്ക്. പടുത്ത് നട്ടതാ. ഇതിൻ്റെ ജ്യൂസ് ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ജ്യൂസ് കുടിച്ചാൽ ഇത് നല്ല ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന പറയുന്നത്. പിന്നെ കറ്റാർവാഴ മുഖത്ത് തേക്കുന്നവരുണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ, കമൻ്റ് ഇടണേ. കറ്റാർവാഴ അലോവേര, ഇനിയിപ്പോൾ അത് തിരിയാത്തവരുണ്ട്, അലോവേര. നനച്ചൊക്കെ മണ്ണ് വേഗം പൊടിഞ്ഞു പോയി. സൂപ്പർ സൂപ്പർ. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ട പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നോട് ആരെന്താവശ്യപ്പെട്ടോ ഞാനത് എന്നാൽ കഴിയുന്നത് ഞാനത് നിറവേറ്റി തരാറുണ്ട്. അപ്പോൾ 2-3 ആൾക്കാരെ കമൻറ്റ് കറ്റാർവാഴ നടുന്നു എന്ന് കാണിക്കുമോ എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.